ഇന്ന് പ്രത്യേകിച്ച് കണ്ടന്റുകളോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്താണ് ഒരു മോട്ടിവേഷൻ വീഡിയോ എനിക്ക് കിട്ടി. കാരണം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ ദിവസത്തിൽ ചില കാര്യങ്ങളിൽ ഒരല്പം വിഷമമുണ്ടായപ്പോൾ നമ്മൾ നോക്കിയിരുന്നപ്പോൾ കിട്ടിയൊരു മോട്ടിവേഷനാണ്. അപ്പോൾ അത് വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന് പറഞ്ഞ സിനിമയിൽ ജയറാമിനോട് ലോഹിതദാസ് പറയുന്ന ഒരു ഡയലോഗുണ്ട്. അത് ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ഞാനിവിടെ പ്ലേ ചെയ്യാം. എല്ലാറ്റിനും ഓരോ സമയമുണ്ട്. സമയമാകുമ്പോൾ എല്ലാം ശരിയായി വരും. ചോക്കുമലയിലിരിക്കുന്നവൻ ഒരു ചോക്ക് കഷ്ണം അന്വേഷിച്ചു പോയ കഥയുണ്ട്. എടോ, കയ്യിലിരിക്കുന്ന മറന്ന് കിട്ടാത്തതിന്റെ പിന്നാലെ പോയാൽ അത് അകന്നു പോവുകയുള്ളൂ. സമയമാകുമ്പോൾ വരേണ്ടത് വന്നിരിക്കും. ആക്ച്വലി ഇത് കണ്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു തോന്നിയത്. കാരണം നമ്മുടെ ലൈഫിലൊരു താഴ്ച ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും തളർന്നു പോകാതെ ആ സമയത്ത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് കയറി വരും. നമുക്ക് ചില സാഹചര്യങ്ങളിൽ നമുക്ക് ചില വീഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ തളർന്നു പോകാതെ നമ്മൾ കയറി വരും. അതായത് നമ്മൾ കയറി വരും എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടെ പോവുകയാണെങ്കിൽ കയറി വരും. അപ്പോൾ നമ്മളൊന്ന് താഴ്ചയിലേക്ക് നമ്മളൊന്ന് താഴോട്ട് വീണു, അല്ലെങ്കിൽ നമുക്ക് ശരി അവൻ്റെ ഗ്യാസ് തീർന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ ചിലർ നമ്മളോട് പറയും, നിന്നെക്കൊണ്ട് ഇനി ഒന്നിനും കൊള്ളത്തില്ല, നിൻ്റെ കഴിഞ്ഞു എന്നുള്ളൊരു അവസ്ഥയിൽ പല ആൾക്കാരും സംസാരിക്കുമ്പോൾ അവിടെ കൊണ്ടൊന്നും തീരുന്നില്ല. നമ്മൾ കൂടുതൽ ശക്തിയോടുകൂടി എഴുന്നേറ്റ് വരും. അതാണ് ജീവിതം. നമ്മൾ ഓരോ ദിവസങ്ങളിലും നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് പല മൂഡ് സ്വിങ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും. കാരണം നമ്മൾ ചിലപ്പോൾ സങ്കടമാവും, സന്തോഷമാവും. അതിപ്പം ഓരോ ദിവസങ്ങളിൽ നമ്മൾ പൊക്കോണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് ചിലപ്പോൾ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ചിലപ്പോൾ ഉണ്ടാകും, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ നമ്മളെ സംസാരിക്കുമ്പോൾ നമ്മൾ അതിലൊന്നും തളർന്നു പോകാതെ നമ്മൾ പല സമയങ്ങളും നമ്മൾ ഡൗൺ ആയി പോകും. നമ്മൾ ചില സമയങ്ങളിലൊന്നും ഇല്ലാതെ ബ്ലാങ്ക് ആയി പോകുന്ന സാഹചര്യങ്ങളുണ്ട്. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പോലും നമ്മൾ കയറി വരും. നമ്മൾ അടുത്ത ദിവസം നമുക്ക് ആത്മവിശ്വാസത്തോടുകൂടി നമുക്ക് ഉയർച്ചയിൽ എത്താമെന്നുള്ളൊരു മനസ്സുണ്ടെങ്കിൽ, ആ ഒരു മനസ്സുണ്ടെങ്കിൽ നമ്മൾ കയറി വരും. നമ്മൾ ആരും ഹാർഡ് വർക്ക് ചെയ്യാഞ്ഞിട്ടല്ല, ഹാർഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു റിസൾട്ട് ആകാനായിട്ട് ചിലപ്പോൾ ചില സമയങ്ങളൊക്കെ എടുക്കും. നല്ല നാളേക്കായിട്ട് ഞാൻ ഉൾപ്പെടെ എന്തെങ്കിലും വീഴ്ചയിൽ ഇരുന്ന് പോകാതെ, വീഴ്ച വരുമ്പോഴത്തേക്ക് നമ്മൾ വീഴ്ച വരികയല്ല, നമ്മളൊന്ന് ഇരുന്ന് പോകുമ്പോഴത്തേക്കും നമ്മളെ ആരെങ്കിലുമൊക്കെ വിഷമിപ്പിക്കുന്നുണ്ട്, നിന്നെ കൊണ്ടൊന്നും കൊള്ളില്ല, നീ അവിടെ തീർന്നു എന്ന് പറയുന്ന സാഹചര്യത്തിൽ നമ്മളായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളായിട്ട് വീണ് പോകാതെ നമ്മൾ എഫേർട്ട് ഇടുവാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഉയർച്ചയിലെത്തും. നമ്മൾ വലിയ അംബാനി ആകണമെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. നമ്മൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാഹചര്യം. പിന്നെ എല്ലാത്തിൻ്റെയും ബേസ് എന്ന് പറയുന്നത് സ്നേഹം എന്ന് പറയുന്നൊരു സാധനമുണ്ട്. സ്നേഹത്തെക്കാൾ ഉപരി പണം ഉണ്ടെങ്കിലേ സ്നേഹമുള്ളൂ എന്നുള്ളൊരു സാഹചര്യമുണ്ട്. പണം ഉണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മളെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാരും അങ്ങനെയുള്ള ആൾക്കാരും എല്ലാം വരും. ചില സാഹചര്യങ്ങളിൽ ഓർക്കും സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ട്. സ്നേഹം വേണം, സ്നേഹമുണ്ട്, പക്ഷേ പണം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ആൾക്കാരും സ്നേഹവും എല്ലാം ഉണ്ടാകും. ഇതൊക്കെ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പഠിച്ചു പോകുന്നതാണ്. അപ്പം ചുമ്മാ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി, ചില സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഒരു തോന്നലുണ്ടാകും, ശരിയാണ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. അങ്ങനെ ഉണ്ടായൊരു തോന്നലിൻ്റെ ബാക്കിയായിട്ടാണ് ഇത്രയും സംസാരിച്ചത്.